അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2-ാം മൈലിൽ നമ്മളൊരു ചെറിയ സ്നാക്കൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. ഈ ഭാഗത്ത് നല്ലൊരു തണലുണ്ട്. റോഡ് സൈഡിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു അന്തരീക്ഷം, ചുറ്റും നല്ല ഉയരത്തിലുള്ള മരങ്ങൾ. നമ്മളൊരു മലഞ്ചെരുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു രസമുണ്ട് യാത്രയ്ക്ക്. ഈ വഴി പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു വിഷയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് മൂന്നാർ ടൗൺ എത്താറായി. അതിൻ്റെ ചെറിയ ഒരു ഐഡൻറ്റിഫിക്കേഷനൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്കും തോന്നും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി എത്താറായി മൂന്നാർ. അതിനുള്ള ചെറിയ സിംറ്റംസൊക്കെ കാണിക്കുന്നുണ്ട് വിഷ്വലി. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, തേയിലത്തോട്ടങ്ങളൊരു വിഷ്വൽസൊക്കെ ഉണ്ട്. അത് മൂന്നാറിൽ എല്ലായിടത്തുള്ള പോലെ തന്നെ. റോഡിൽ വലിയ തിരക്കില്ല. മൂന്നാർക്ക് പോയിട്ട് അവിടുന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നവരതിലുണ്ടാവാം. അവിടെ ട്രാവലറൊക്കെ വരുന്നത് അവിടുത്തെ ട്രാവലിംഗ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള പോലത്തെ കുറേ കാഴ്ചകൾ ഇവിടെയുണ്ട്. അപ്പോൾ ചൂടുണ്ട്, പക്ഷേ ഈ മഴത്തണലിലൊക്കെ അതിൻ്റെ രസം വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഒരു വെള്ള ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകളായിട്ട് എവിടുന്നോ ഏതൊരു ടീമിനെയും കൊണ്ടുപോയിട്ടുള്ള വരവാണ്. അപ്പോൾ നമ്മൾ ഇതാ മൂന്നാർ നമ്മൾ നേരെ മാട്ടുപ്പെട്ടി. അപ്പോൾ നമ്മൾ ആദ്യം മൂന്നാർ എത്തിയിട്ടാണ് നമുക്ക് മാട്ടുപ്പെട്ടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഹിൽ സ്റ്റേഷനാണ്, നമുക്ക് ഇടയിൽ കൂടെയൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. പ്രോപ്പർ റൂട്ടിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മൗണ്ടെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ടൗണിലൊക്കെ പോയി ഇടയിൽ കൂടെ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പോകാൻ പറ്റില്ല. ഉണ്ടായിരിക്കണം, പക്ഷേ റോഡ് ഇപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും റോഡ് എത്രമാത്രം നല്ലതാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ മാക്സിമം ഗൂഗിൾ മാപ്പ് പറഞ്ഞ പോലെ പോവുക. എല്ലാവരും പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പ് എപ്പോഴും ചതിക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടൗണിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടാപ്പിടുക്കെടുത്ത് പോവാം. ആണെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും, വഴി തെറ്റിയാലും ചോദിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഗൂഗിൾ മാപ്പ് ഒരു വഴി കാണിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ വേറൊരു ഷോർട്ട് കട്ട് കാണും. അതെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതൊരു സ്ഥലത്തെത്തും. ചിലപ്പോൾ അവിടെ ആൾക്കാരുണ്ടാവില്ല, ആൾ താമസമില്ലാത്ത സ്ഥലത്തേക്ക് എത്തും. റോഡൊക്കെ അലമ്പായിട്ട് കിടക്കുന്നത്. പിന്നെ നമുക്ക് വഴി ചോദിക്കാനും പറ്റില്ല, ചിലപ്പോൾ അവിടെ റേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കണ്ട. നമ്മളിവിടെ ഒരു നല്ലൊരു ഗാർഡനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പോയപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ വന്നപ്പോഴും. ബ്ലോസം ഗാർഡൻ, ഇതാണ് ബ്ലോസം ഗാർഡൻ. നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ടൂർ സെറ്റപ്പാണ്. എല്ലാവരും പോയിണ്ടാവണം, ഓൾമോസ്റ്റ് എല്ലാവരും പോയിണ്ടാവണം. മിക്കതും ഈ മൂന്നാർക്ക് വരുന്ന മറ്റേ ബസ്സിലൊക്കെ വരുന്ന യാത്രക്കാർ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിർത്തുക. ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ, അതേപോലെ നല്ല ഫ്ലവേഴ്സ്, കുറേ അതൊന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റിയ സ്പേസാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് ഉണ്ട്. ട്രക്കിങ്, ചെറിയ ട്രക്കിങ് കേട്ടാൽ വലിയൊരു ഇതല്ല, എന്നാലും ചെറിയൊരു ട്രക്കിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ കുറേ പക്ഷികൾ അതിൽ കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷനാണ്, ചെറിയൊരു ചില്ലിങ് സ്പോട്ട് പോലെ. പിന്നെ ഇത് അവധി ഇല്ലാതെ തോന്നുന്നുണ്ട്, എല്ലാ ദിവസവും ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കൊല്ലത്തിലൊരു ഫ്ലവർ ഫെസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആ ടൈമിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പാർക്കിങ്ങിന് ചെറിയ എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് സ്നാക്ക് കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ വേണമെങ്കിൽ ഇവിടെ നിർത്താം. അങ്ങനെ തന്നെയാണ് ഇവിടെ നിർത്താറ്. ഇത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളൊരു എൻട്രൻസ് ആണ് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അപ്പോൾ നമുക്ക് ട്രസ്പാസേഴ്സ് ആർ നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലത്ത് കാണാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഹിൽ സ്റ്റേഷനിലും. കാരണം കുറേയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. നമുക്ക് റാൻഡായിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഇറങ്ങിയിട്ട് വേസ്റ്റ് ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. കടല്ലേ, ഇവിടെ ചെറിയൊരു ഷെഡ്യൂൾ പോലെ ഉണ്ട്, കാരണം നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് പിന്നെ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മൂന്നാറിലേക്ക് എത്തി, ടൗണിലേക്ക് എത്തി. നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും, നമുക്ക് വിഷ്വൽ തന്നെ കാണാൻ പറ്റും. കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് ക്ലോസ് ആയി ടൗണിനോട്. പിന്നെ ഇവിടെ ഈ റോഡ് വഴി നടക്കണതുകൊണ്ട് കുറേ ലോറി, കണ്ടെയ്നർ അതൊക്കെ അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. റോഡൊന്നും ചില സ്ഥലത്ത് പണിയിലാണ്, അപ്പോൾ അതിൻ്റേതായ ഡിസ്കംഫർട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സഹിക്കുക, നമുക്ക് യാത്രയാണല്ലോ മുഖ്യം. നമ്മൾ ചിലപ്പോൾ ഭാവിയിൽ ഒരു 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഈ റോഡൊക്കെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോവുക. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിനോട് ക്ലോസ് ആണ്. നമുക്ക് ദൂരെ കാണാം കുറേ ബിൽഡിങ്സും കുറേ സെറ്റപ്പൊക്കെ. ഇതാണ് നമുക്ക് മൂന്നാർക്ക് എൻട്രി ഫസ്റ്റ് കാണുന്നൊരു ടൗൺ സ്പോട്ട് എന്ന് പറയുന്നത് ഈ റോഡാണ്. ഇവിടെയാണ് KSRTC സ്റ്റാൻഡൊക്കെ ഉള്ളത്. മൂന്നാർ ടൗൺ KSRTC സ്റ്റാൻഡ് ഉള്ളത്. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, പൈൻ ട്രീസ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അടുത്ത സൈഡിലൊരു ഗ്രൗണ്ടാണ്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ അതായത് പബ്ലിക് ഗ്രൗണ്ടാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും സ്കൂളിൻ്റെ ആണെന്നൊക്കെ അറിയില്ല, പബ്ലിക് ഗ്രൗണ്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് മൂന്നാറിൻ്റെ. 1-2-3 ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെയൊക്കെ ആയിട്ട്.
അതേപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നിറഞ്ഞിട്ട് അവിടെയൊക്കെ ഹോട്ടലൊക്കെ ഇപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് തിരക്കായിരിക്കും. ഓക്കെ, കാരണം ഏതാണ്ട് ലഞ്ചിൻ്റെ ടൈമായി ഉണ്ടല്ലോ. ഇത് സ്റ്റേക്കുള്ള ഹോട്ടലാണ്, അല്ലല്ല ATM സെറ്റപ്പ് ഉണ്ടല്ല, അങ്ങനെ നല്ല രസത്തിലാണ്. പിന്നെ മൂന്നാർ പോയി ടൗണിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാർ ടൗണിൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നല്ല കുറച്ച് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കിട്ടും. നല്ല സഹായശീലരാണ് അവിടുത്തെ ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. ഏതെങ്കിലും വഴി ചോദിച്ചാലോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുന്ന വഴി ചോദിച്ചാലോ അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ മൈൻഡുള്ള ആൾക്കാരാണ്. ഓക്കെ, അത് ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അല്ലാണ്ട് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചടക്കും. കേരളത്തിലുണ്ട് അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, എടുത്ത് പറയുന്നില്ല സ്ഥലങ്ങളുടെ പേര്. അപ്പോൾ ഈവൻ നമ്മൾ ഓട്ടോക്കാരുടെ വഴി ചോദിച്ചാൽ വരെ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും തിരിച്ചു പറയും. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ മൂന്നാർ ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടും ഇവിടുത്തെ ലോക്കൽസ്, അതായത് ഇവിടുത്തെ സ്വന്തം നാട്ടുകാർ അത്രയും ഒരു നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നിയുള്ളൊരു കാര്യമാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ചിലപ്പോൾ പലർക്കും വിപരീതമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു കുറേ ഈ ചോക്ലേറ്റിന് നേരത്തെ പറഞ്ഞ ചോക്ലേറ്റിൻ്റെ കുറേ ചെറിയ കടകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സെക്ഷനിലേക്ക് കിടക്കാനായിട്ട് അവരുടെ മറ്റൊരു ഭാഗത്തേക്ക് ഇതാണ് ചായ് ബസാറ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ ദേവൻ്റെ പലതരം ചായ ബ്രാൻഡുകൾ ഇവിടെ ഒരു ഒഫീഷ്യൽ സ്റ്റോർ പോലെയാണ് അവരുടെ. റിപ്പിൾ ടീ എന്ന് പറഞ്ഞൊരു ടീ ഉണ്ട്. കണ്ണൻ ദേവൻ കുറേ തരം ചായകളോടെ ഈ മൂന്നാർ പ്ലാന്റേഷനിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു ബ്രാൻഡാണ് റിപ്പിൾ ടീ. അതും അതിൻ്റേതായ ഒരു സ്റ്റോറുണ്ട്. അങ്ങനെ 2-4 തരം ചായ കണ്ണൻ ദേവൻ്റെ തന്നെ 2-4 തരം ബ്രാൻഡ് ചായകൾ അവിടെ ഒഫീഷ്യൽ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഈ ടൗണിൽ നിന്ന് നമുക്ക് നേരെ ഇനി എങ്ങോട്ട് പോകണം? മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള റൂട്ട് പോകണം, അതായത് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു ചെറിയ പാലാണ്. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് നേരെ മാട്ടുപ്പെട്ടി, അതായത് ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടിയുള്ള സ്ട്രെയിറ്റ് ആണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോലുള്ളൊരു പ്ലാൻ ഇല്ല, മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല തിരക്കുണ്ട്. റൈറ്റ് സൈഡിലും മറ്റേ ഈ ഓട്ടോക്കാരും ടാക്സിക്കാരും ജീപ്പാരും ഒക്കെ പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡ് സൈഡ് മൊത്തം. കാരണം അവർ ഉപജീവനമാർഗ്ഗമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റിനെ കിട്ടുകയാണെങ്കിൽ അവർ വിടില്ല. അത് എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലുള്ളൊരു പ്രത്യേകതയാണ്. കാരണം അവർക്ക് ഈ സീസണിൽ മാത്രമാണ് ബിസിനസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല, നമ്മളിപ്പോൾ ഒരു സീസൺ ടൈമിൽ മാത്രമാണ് അവർക്ക് ബേസിക്കലി ടൂറിസ്റ്റിന് വരിക, അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കാനുള്ളൊരു ഇതുള്ളൂ. ഓഫ് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വരില്ല. അപ്പോൾ അവർ അതേപോലെ ആ ഒരു വരുമാനം നോക്കും. അപ്പോൾ അവർ സീസൺ ടൈമിൽ മാക്സിമം പൈസ ഉണ്ടാക്കാൻ നോക്കും. അത് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു അവസ്ഥയാണ്, സർവൈവൽ എന്നുള്ള ഭാഗമായിട്ട് അവരുടെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സീസൺ ടൈമിലൂടെ നല്ല എക്സ്പെൻസീവ് ആണത്. ഓഫ് സീസണിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ റേറ്റും കുറയും. ഓക്കെ, ഇതിന് പാരലായിട്ട് അടിയിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതാണ് ഇരവികുളം നാഷണൽ പാർക്കിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് ഇവിടെ പോയുള്ളവർക്കറിയാം, ഇരവികുളം നാഷണൽ പാർക്ക് വളരെ ഫേമസ് ആണ്. ആനമുടിയുടെ വേലിയിറത്തി താഴെയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ പോയവരൊക്കെ കണ്ടുണ്ടാവും, ചിലവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം മാട്ടുപ്പെട്ടി ഡാമാണ്. ഇപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം ലക്ഷ്യമായിട്ടാണ് പോകുന്നത്. ഇനി ഇവിടെ വേറെ നല്ലൊരു വിഷയമുണ്ടല്ലോ പോണ വഴി. ഞാൻ അവിടെ ഫോട്ടോ വണ്ടി നിർത്തിയെടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ പോയുള്ളവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ചെറിയ ഹോട്ടൽ സെറ്റപ്പ് കണ്ടിട്ട് മേലെ. ഈ റോഡ് നല്ല റോഡാണ്. അതായത് മൂന്നാറിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് വരെയുള്ള റോഡ് എന്ന് പറയുന്നത് കിഡിലിന് റോഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വിഷ്വല്. ഇതാണ് ഓൾഡ് മൂന്നാർ. അതായത് മൂന്നാറിലെ ഏറ്റവും ആദ്യത്തെ ടൗണാണത്. മൂന്നാർ എന്ന് പറഞ്ഞ ഏരിയയിലെ ഏറ്റവും ആദ്യം പഴക്കം ചെന്ന ടൗണാണ് മൂന്നാറിന്. ഓൾഡ് മൂന്നാറിന് കുറേ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, പഴയ ടീ പ്ലാന്റേഷൻ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തുള്ള ടീ പ്ലാന്റേഷനാണ്. അതിനോടനുബന്ധിച്ച് ഒരു ഡെവലപ്പ് ചെയ്ത സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്. വളരെ പഴയ ബിൽഡിങ്ങുകളും പഴയ സൊസൈറ്റിയാണ്. ഇവിടെ വളരെ പ്രശസ്ത ഒരു ചർച്ച് ഉണ്ട്, CSI ചർച്ച് എന്ന് പറഞ്ഞിട്ട്. കുറേ പേർക്ക് അറിയായിരിക്കും. അത് വളരെ പ്രത്യേകത നിന്ന ചർച്ചാണ്. ഞാൻ വേണമെങ്കിൽ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അതായത് അവിടെ 130 വർഷം പഴക്കമുള്ളൊരു അടക്കം ചെയ്തൊരു കല്ലറുണ്ട്. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇവിടെ ടീ പ്ലാന്റേഷൻ നോക്കിയിരുന്നൊരു മാനേജർ, ബ്രിട്ടൻ മാനേജറാണ് ഹെൻറി നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുടെ വൈഫും ആളും കൂടിയാണ് ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത്. വൈഫിൻ്റെ പേരാണ് എലനർ ഇസബൽ. അപ്പോൾ 2 പേരും ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വട്ടം ഇവിടെ ഈ മൂന്നാറിൻ്റെ ഒരു വാലിയിലൊക്കെ നടക്കുന്ന സമയത്ത് മറ്റേ എലനർ ഇസബൽ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി ഈ ഒരു കുന്നിൻ്റെ മേലെ എന്താ പറയുക അടക്കം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു 2 വർഷത്തിന് ശേഷം എലനർ മരിക്കുകയാണ് ചെയ്യുക. കോളറ വന്നിട്ട് മരിക്കും. അപ്പോൾ ഹെൻറി നൈറ്റ് ഈ എന്താ പറയുക എലനറിൻ്റെ ഡെഡ് ബോഡി ഈ ഹില്ലിൻ്റെ മേലെ അടക്കം ചെയ്യും. അതായത് ഓൾഡ് മൂന്നാറിലെ ഒരു വാലിയുടെ മേലെ അടക്കം ചെയ്യും.
അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. അത് കഴിഞ്ഞിട്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവിടെ ഒരു ചർച്ചും പണിയും. പിന്നെ ആ ചർച്ചിൽ കുറേ പേര് അടക്കം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബ്രിട്ടീഷ് പൗരന്മാരെ കുറേ പേര് അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അതായത് 1947 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഈ ഭാഗത്ത് മൂന്നാറിലുണ്ടായിരുന്ന, അതിൽ കുറേ പേര് ഈ CSI ചർച്ചിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ പറ്റിയ ചർച്ച അവിടെ. ഇതാണ് കർമ്മലഗിരി ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇവർക്ക് കർമ്മലഗിരി എലിഫൻറ്റ് പാർക്ക് ഉണ്ട്, കുറച്ച് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കിട്ടും. അതുപോലെ കർമ്മലഗിരി സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ്. ചെറിയ കടകളൊക്കെ ഉണ്ട് ചുറ്റും. അപ്പോൾ നമ്മൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞെങ്കിൽ നോർമൽ നമ്മൾ നേരത്തെ കണ്ട ബ്ലോസം ഗാർഡൻ്റെ മറ്റൊരു വേർഷൻ ഈ ഒരു ഏരിയയിലുള്ളതാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും അതേപോലെ ബൊട്ടാനിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും വിചാരിച്ചു ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ വരുമ്പോൾ തന്നെ ഈ വിഷ്വൽ തന്നെ കാണാൻ പറ്റും. വളരെ പീസ്ഫുള്ളാണ്. വണ്ടികളെന്ന് പറഞ്ഞെങ്കിൽ ആ ഹിൽ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള വണ്ടികൾ പോകുന്നുണ്ട്. അല്ലാതെ അങ്ങനൊരു തിരക്കുള്ള സമയമല്ല. പിന്നെ നമ്മൾ വന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗാർഡനിൽ കയറി ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള ബാക്കി ഭാഗം. അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു.